ഗായ്സ്, അപ്പം നമ്മൾ ഹാരീസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പം ഇന്നാണെങ്കിൽ നമ്മൾ ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അപ്പം ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 3 കുപ്പികളുണ്ട്. ഇഷ്ടമുള്ള കുപ്പി എടുക്കാം. അപ്പം ഇതിനകത്ത് ഏത് കുപ്പിയാണെങ്കിലും എടുത്ത് നല്ല ഒരു പടം ഇതിനകത്ത് ബോട്ടിലാട്ട് ചെയ്യുന്നവർക്ക് ഇന്നത്തെ വിന്നർ അവരാണ്. അപ്പം നമ്മൾ അതിന് വേണ്ട അക്രലിക് പെയിൻറ്റ്, ബ്രഷ് ഇതെല്ലാം നമ്മൾ മേടിച്ച് വെച്ചേപ്പുണ്ട്. അപ്പം നമുക്ക് പരിപാടിയിലോട്ട് പോയാലോ? കം ഓൺ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ എടുക്കുന്നത് ഒരു കുഞ്ഞിക്കുപ്പിയാണ് കേട്ടോ, കുഞ്ഞിക്കുപ്പി. അപ്പം അമ്മച്ചാണെങ്കിൽ വലിയ കുപ്പി. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ വേണ്ട കളറൊക്കെ നമുക്കിത് എടുത്ത് വെക്കാം. വൈറ്റ്, റെഡ്, പച്ച, ബ്ലാക്ക്, മഞ്ഞ, നീല, ഇത്രയും കളറുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ ബ്രഷ്. ഇത് നമുക്ക് ആവശ്യമില്ല, പോട്ടെ. കണ്ടോ ഗുയിസേ, ഇഷ്ടംപോലെ ബ്രഷുകളുണ്ട്. നമുക്കിതിൻ്റെ സൈസ് നമുക്ക് നോക്കിയെടുക്കാം. ചെറുതുണ്ട്, വലുതുണ്ട്, മീഡിയം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പരിപാടിയിലോട്ട് പോയാലോ? ഇതെല്ലാം ജസ്റ്റ് ഇത് വെള്ളത്തിന് മുക്കി വെക്കാം. നമ്മുടെ വെള്ളമായി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ വെള്ളം, നമുക്ക് ആവശ്യമുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിയല്ല, അത് വേറെ കാര്യം. ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് പരിപാടിയിലോട്ട് പോയാലോ? കമോൺ, സ്റ്റാർട്ട്. അപ്പം ചാലഞ്ച് സ്റ്റാർട്ട്സ് നൗ. വൈറ്റിൻ്റെ എടുത്തോണ്ടാവോ? അപ്പം നമുക്ക് ഒരു ചെറിയ ബ്രഷ് തന്നെ എടുക്കാം. നമുക്ക് ചെറുത് വേണം, അത് നമുക്ക് നമ്മളൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. നമുക്കിനി പരിപാടി തുടങ്ങാം. നമുക്ക് ഇങ്ങനത്തെ ബ്രഷ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ബ്രഷ്. ട്യൂഷന് പോവാതെയൊക്കെ നിൽക്കുക. സൗണ്ട് വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് വൈറ്റ് കോട്ടിങ് അടിക്കാം. അമ്മച്ചിയുടെ പാതി കഴിഞ്ഞ് കണ്ടോ. അമ്മച്ചിയൊക്കെ പണ്ടത്തെ ആർട്ടിസ്റ്റാണ്. പണ്ട് കുറേ ബോട്ടിലാട്ടൊക്കെ അമ്മച്ചി ചെയ്തേക്കുണ്ട്. പക്ഷേ അന്നൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. നീമാടാ ഇത് നമ്മുടെ അമ്മൂമ്മ. നമ്മുടെ അമ്മൂമ്മ, നമ്മുടെ പണ്ടത്തെ നമ്മുടെ ഗമ്മില്ലേ, ഗമ്മിട്ട് കഴിഞ്ഞാൽ ഇത് ഒട്ടി നിൽക്കും. അതിന് ആൾക്കാർ ഗമ്മടിക്കുന്നു. ഗമ്മ് വേണ്ട അമ്മ, ഗമ്മിൻ്റെ ആവശ്യം അത് നമ്മൾ ഈ അല്ലാതെ പേപ്പറൊക്കെ ഒട്ടിക്കുന്നു, അതിനൊക്കെ എടുക്കണം ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഫിലിം സ്റ്റാർ അമ്മൂമ്മ, നമ്മുടെ അമ്മൂമ്മ, ഫിലിം സ്റ്റാർ അമ്മൂമ്മ. ഭാവിയിൽ എന്തുവാ കഥാനായികയൊക്കെ ആകാൻ പോകുന്ന ആളാ. ഭാവിയിൽ ഓസ്കാർ അവാർഡ് കിട്ടാൻ പോകുന്ന ആളാ. റീത്ത് കൊണ്ടുവെക്കും, റീത്ത് ചിലപ്പോൾ വിളിച്ചാലും ചാനൽ. അപ്പോൾ നമുക്കിനി ഉണങ്ങിയിട്ട് കാണാം. ബൈ. അപ്പം ഗായ്സ്, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണങ്ങി വരാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. രാത്രിയായി. അപ്പോൾ നമ്മളിപ്പോൾ രാത്രിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പരിപാടിയോട്ട് പോകാം. അപ്പോൾ ചാലഞ്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണത്. നമ്മൾ വൈറ്റ് കോട്ടിങ്ങൊക്കെ അടിച്ചെടുത്തു. നമ്മുടെ റിയൽ ചാലഞ്ച് സ്റ്റാർട്ട്സ് നൗ.
അപ്പോൾ ഗൈസ് നമ്മളിതേ പെയിൻ്റ് അടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റ് ഞാൻ ബ്ലാക്ക് എടുത്തിട്ട് ഞാൻ വെറുതെ എനിക്ക് വലിയ പരിപാടിയൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പ്രൈമറി കോട്ടിങ് വൈറ്റ് കൊടുത്ത്, പിന്നെ സെക്കൻഡറി കോട്ടിങ് ബ്ലാക്ക്. മറ്റേ ബാറ്റ്മാൻ്റെ ആ പഞ്ചേഴ്സിനകത്ത് ബാറ്റ്മാൻ ഇല്ലയോ, അവരുടെ കൂട്ടിങ്ങനെ മറ്റേ ബാറ്റിന് സിമ്മിലൊക്കെ വരച്ചിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് കുളമായിപ്പോയി. കണ്ട ബ്ലാക്ക് കണ്ടോ, പക്ഷേ കുളമായിപ്പോയി. പിന്നെ വിചാരിച്ച് മമ്മച്ചിയുടെ കൂട്ട് സെക്കൻഡറി വൈറ്റ് ഞാൻ കൊടുക്കാമെന്ന്. ആ ബ്ലാക്ക് അടിച്ചപ്പോഴാണ് എനിക്ക് കുളമായിപ്പോയത്. കാരണം ബ്ലാക്ക് അടിക്കണ്ട, ആ യെല്ലോ അങ്ങ് അടിച്ചാൽ മതിയായിരുന്നു. കാരണം സെക്കൻഡറി അടിക്കാതാണ് ഞാൻ ബ്ലാക്ക് കയറി അടിച്ചത്. അപ്പോഴാണ് എനിക്ക് കുളമായിപ്പോയി. സെക്കൻഡറി അടിക്കണമായിരുന്നു, അങ്ങനെ എനിക്ക് കുളമായിപ്പോയി. സെക്കൻഡറി ആയിട്ട് ഞാൻ ബ്ലാക്ക് അടിച്ചാണ് എനിക്ക് കുളമായിപ്പോയത്. അപ്പോൾ നമുക്ക് അതൊക്കെ കൊടുത്ത് നമ്മൾ യെല്ലോ പൂശിക്കൊണ്ടിരിക്കണം. അമ്മച്ചി അവിടെ യെല്ലോ ഒക്കെ പൂശിക്കഴിഞ്ഞ് അമ്മച്ചി നേരെ ഡ്രോയിങ്ങിലോട്ട് അങ്ങ് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് യെല്ലോ മേളിലും അടിച്ചത്. അപ്പോൾ ഏകദേശം ഫിനിഷ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പം യെല്ലോ എല്ലായിടത്തും അടിച്ചിട്ട് അമ്മച്ചി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ ഉണങ്ങാൻ വേണ്ടി. കുറച്ച് ഉണങ്ങാൻ വെക്കണമല്ലോ. അപ്പോൾ ബ്ലാക്ക് ഇപ്പോഴും കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് അവിടെയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ പൊട്ടത്തരം കാണിച്ചത്. ആ ബ്ലാക്കിൻ്റെ മുകളിൽ കൂടെ യെല്ലോ എടുത്തങ്ങ് അടിച്ച് ഞാൻ പൊട്ടത്തരം കാണിച്ചത്. മണ്ടത്തരം കാണിച്ചത് ഞാൻ. കണ്ടോ, ഇത് രണ്ടിനും ഉണങ്ങാൻ വെക്കണം. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു പിന്നെ അടിക്കാൻ ഞങ്ങളുടെ സമയം പോകും, ഇഷ്ടംപോലെ സമയം പോകുന്ന പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു മരം, ആ മരത്തിനകത്ത് ഒരു കുട്ടി ഇങ്ങനെ ഊഞ്ഞാലാടുന്നു, എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഒരു മരവും, എന്നിട്ട് ഇങ്ങനെ കുറേ മരം അതിന് താഴെയായിട്ട്, പിന്നെ ഒരു മൂൺ, ഒരു ചന്ദ്രൻ. ഇപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പരിപാടി തുടങ്ങി. അമ്മച്ചിയാണെങ്കിൽ ഒരു ഫ്ലവർ ആട്ടോ കഴിക്കുന്നത്. അമ്മച്ചിയുടെ ഐക്കോണിക് സാധനം, എൻ്റെ ഐക്കോണിക് സാധനം മരമാണ് ഗോയ്സ്. എനിക്ക് മരം ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഊഞ്ഞാലിങ്ങനെ ആടുന്നത്, അതൊക്കെയാണ് ഞാൻ സൂപ്പറായിട്ട് വരയ്ക്കുന്നത്. ഞാൻ അത് പണ്ടോട്ടേ പിന്നെ വരയ്ക്കും. ഞാൻ പണ്ടോട്ടേ വരച്ചു തുടങ്ങിയത് ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ഊഞ്ഞാലിരുന്ന് ആടുന്നു, പിന്നെ ഒരു ആൺകുട്ടി ഇങ്ങനെ നടന്നു പോകുന്നു. പക്ഷേ ആൺകുട്ടി നടന്നു വരയ്ക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഒന്നാമത്തെ ബ്രഷാണ് ഗൂസ്, പെൻസിലാണെങ്കിൽ ഞാൻ തകർത്തേനെ. പക്ഷേ ഒന്നാമത്തെ ബ്രഷാണ്, എനിക്ക് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിയാണെങ്കിൽ നമുക്ക് ചരിച്ച് വെച്ച് പിന്നെ നമുക്ക് ആൺകുട്ടിയൊക്കെ വരയ്ക്കാം. പക്ഷേ എനിക്ക് പെൺകുട്ടിയെ വരയ്ക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ നേരെ കണ്ണ് ഉണങ്ങിയില്ല, എനിക്ക് നേരെ വെച്ചാൽ വരയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെ മേളിൽ നമ്മൾ അടയ്ക്കുന്ന ഭാഗത്തായിട്ട് കുറച്ച് ബ്ലാക്ക് അടിച്ച്, പിന്നെ കുറച്ച് കുത്ത് അതിൻ്റെ താഴെയായിട്ട് കുറേ കുത്ത് വരച്ചിട്ട് നമ്മൾ ബ്ലാക്ക് ഫസ്റ്റ് നമ്മുടെ മരത്തിൻ്റെ വടി കൂട്ട് വരച്ചിട്ട്, തടി വരച്ചിട്ട്, പിന്നെ ഇങ്ങനെ ഇതെൻ്റെ സ്പെഷ്യൽ സ്കില്ലാട്ടോ. ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ ജസ്റ്റ് ആ ഡിസൈൻ കൊണ്ടിരുന്നത് നല്ല സ്പെഷ്യൽ കഴിവാണ് ഗീസ്. നമ്മളിങ്ങനെ മിക്സ് ഓഫ് കളേഴ്സ്, കാരണം ആ മരത്തിൻ്റെ ഒരു ടെക്സ്ചറാണ് മിക്സ് ഓഫ് കളേഴ്സ്. ഞാൻ ബ്ലാക്ക് എടുത്ത്, യെല്ലോ എടുത്ത്, ഗ്രീൻ എടുത്ത്. ഞാൻ പ്രൈമറി ഫസ്റ്റ് അതിൻ്റെ കോട്ടിങ് ഇങ്ങോട്ട് കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ യെല്ലോ അടിച്ച്, ഗ്രീൻ അടിച്ച്, ബ്ലാക്ക് അടിച്ച്, അങ്ങനെയാണ് ഞാൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തേ കാണാം, എന്നാലേ ആ ടെക്സ്ചർ കിട്ടത്തുള്ളൂ. അപ്പോൾ അമ്മച്ചിയാണ് അവിടെ തകർത്ത് വെച്ച് വരയ്ക്കുക കേട്ടോ. അമ്മച്ചി എല്ലാ പടവും വരച്ചതേ കണ്ടോ. അമ്മച്ചി എല്ലാ പൂക്കളെല്ലാം വരച്ചതേ കണ്ടോ. എൻ്റെ മരം കണ്ടോ, അതിനകത്ത് ബ്ലാക്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീനും ഉണ്ട്. പക്ഷേ യെല്ലോ അത്രയ്ക്ക് എടുത്ത് കാണില്ല. അതിൻ്റെ പിന്നെ കുറച്ച് ചുള്ളിക്കമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന കൂട്ട് വരച്ചിട്ട് അത് ഏകദേശം അങ്ങ് ഫിനിഷ് ആക്കി കേട്ടോ. കുറച്ച് വർക്കും കൂടെ കൊടുത്ത് നമ്മളങ്ങ് ഫിനിഷ് ആക്കിയത്. അമ്മച്ചീൻ്റെ കണ്ടോ അവിടെ തകർത്ത് വെച്ച് വയ്ക്കുന്നുണ്ടോ. അമ്മച്ചി മറ്റേ പ്രൊഫഷണൽ കൂട്ടൊക്കെ വരയ്ക്കുന്നത്. അമ്മച്ചിയാണെങ്കിൽ പണ്ടോട്ടെ ഇങ്ങനെ ബോട്ടിലാട്ടിലൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണ്. നമ്മുടെ ഗാർഡൻ ഞങ്ങളുടെ വീടിനകത്ത് ഗാർഡനിങ് കണ്ടതൊക്കെ അറിയാം. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുമ്പോൾ അതിനകത്ത് കുറേ ഗാർഡൻ കാണുമല്ലോ, അതിനകത്ത് കുറേ കുപ്പിയൊക്കെ കാണും. ആ കുപ്പിയൊക്കെ അമ്മച്ചിയുടെയാണ്. കണ്ടോ അമ്മച്ചിയുടെ അതേ മാസ്റ്റർ പീസ് ഫ്ലവർ. അമ്മച്ചിയുടെ ഫ്ലവറൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മരം അവിടെ സൈഡിൽ കൂടെ കാണാൻ പറ്റുമല്ലോ. കണ്ടോ എൻ്റെ ആ പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്നത്, അതിൻ്റെ സൈഡിലോട്ടാണ് കേട്ടോ ആ ബാറ്റ്മാനെ വരയ്ക്കാൻ നോക്കിയത്. കണ്ടോ എൻ്റെ മരം എൻ്റെ മരം എനിക്കിഷ്ടപ്പെട്ടോ. പക്ഷേ ഞാൻ ഈ ബ്ലാക്ക് നേരത്തെ അടിച്ചായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ
കൊള്ളാം. എൻ്റെ ഈ പടം ഫുള്ള് കൊള്ളാം. എൻ്റെ ഫുൾ ഇതും കുളമായിപ്പോയതിന് പ്ലാൻ ഫുള്ള് കുളമായിപ്പോയി. കാരണം അത്രയ്ക്ക് അത് കൊള്ളത്തില്ല, അത് കൊള്ളാതായിരുന്നതിന്. കാരണം അത്രയ്ക്ക് ഫ്ലോപ്പായിരുന്നു ഗോയ്സ്. അത് ഞാൻ വരച്ചായിരുന്നെങ്കിൽ. പക്ഷേ ഭാഗ്യത്തിന് ഞാൻ വരച്ചില്ല. പക്ഷേ ആ ഒരു ബ്ലാക്ക്മാൻ്റെ ആ സിമ്പിൾ കൂട്ട് ആ ബ്ലാക്ക് അവിടെ പറ്റിയിരിപ്പുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്കൊരു ചന്ദ്രനെ ഞാൻ വരച്ചു. പിന്നെ സ്റ്റാർസിന് വേണ്ടി കുറച്ച് വൈറ്റ് പെയിൻറ്റ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. ഗോയ്സ് നമ്മുടെ ഹാഫ് നമ്മുടെ മലമൊക്കെ സെറ്റായത് അമ്മച്ചിയുടെ ഏകദേശം റെഡി ആയി കേട്ടോ. അപ്പം അമ്മച്ചിയുടെ ഇപ്പോൾ ഇലകൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലകളും തണ്ടും ഇതേ കണ്ടോ. എൻ്റെ പടം കൊള്ളാമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അമ്മച്ചിയുടെ പടം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗോയ്സ്. ഇതേ കണ്ടോ ഗോയ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ടോ ഗോയ്സ്? ഇത് നല്ല രസമല്ലേ കാണാൻ വേണ്ടി. അമ്മച്ചിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മച്ചിയുടെ ഫ്ലേവറൊക്കെ അമ്മച്ചിയുടെ മാസ്റ്റർ പീസൊക്കെ ചെയ്യും. സൂപ്പറാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ബാക്കിൽ മരം വച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കിൽ നമ്മൾ ഇതുകൂട്ട് തന്നെ ഇങ്ങനെ കുത്തി ആ ബ്രഷും കൊണ്ട് അത് കണ്ടോ ഗോയ്സ്. ആ മരം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പടം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അമ്മച്ചിയുടെ പടം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗോയ്സ്. ഇപ്പോൾ നമ്മുടെ അമ്മച്ചിയുടെ പടം കഴിഞ്ഞാട്ടോ. ഇനി എൻ്റെ പടമാണ്. ഇത് എൻ്റെ പടം അങ്ങനെ കഴിഞ്ഞതേ കണ്ടോ. അങ്ങനെ 2 പടവും ഗോയ്സ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതേ കണ്ടോ, ഇതാണ് എൻ്റെ പടം. ഞാൻ വരച്ചതാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന്. ഇതാണ് ഫൈനൽ ലുക്ക്. അവിടെ ഊഞ്ഞാൽ, ഒരു കുട്ടി, മരം, ബാക്കിലൊരു മരം, പിന്നെ നമ്മുടെ ചന്ദ്രൻ, പിന്നെ ചെറിയ കുഞ്ഞു മരങ്ങൾ കണ്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പടത്തിലുള്ളത്. പിന്നെ അമ്മയുടെ പടം ഫുള്ള് പൂക്കളും അതെല്ലാം ആയിട്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന്. കാണാം, എന്നാലേ നമുക്ക് വിജയിനെ തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പം ബായ്.